പള്ളിയിൽ നിന്നും പുറത്ത് കടന്നാൽ വീണ്ടും പള്ളിയിൽ പ്രവേശിച്ചാൽ ഇഹ്തികാഫിൻ്റെ നിയ്യത്ത് പുതുക്കേണ്ടതുണ്ടോ? ഉദാഹരണത്തിന് മലമൂത്ര വിസർജനത്തിന് പുറത്തു പോയി തിരികെ വരുമ്പോൾ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അത് എന്താവശ്യത്തിനാകട്ടെ, അതിപ്പോൾ മലമൂത്ര വിസർജനത്തിനാകാം, ചിലപ്പോൾ അല്പം വെള്ളം കുടിക്കാനാകാം, അല്ലെങ്കിലും മറ്റെന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഒരു ആവശ്യം ഒന്ന് വേഗം വിളിച്ചിട്ട് പെട്ടെന്ന് പോയി വന്നതാകാം. എപ്പോൾ വന്നാലും രണ്ടാമത് വരുമ്പോൾ നിയ്യത്ത് പുതുക്കണം. ഇപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെറിയ ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പള്ളിക്കകത്ത് ഇഴ്തികാഫ് ഇരിക്കുമ്പോഴാണ് പുറത്തൊരാൾ വന്നിട്ട് പറഞ്ഞത്, എനിക്ക് കുറച്ച് സാമ്പത്തികം കിട്ടാനുണ്ട് ഒരു സ്ഥലത്ത്, അല്ല ഒരാൾക്ക് ഞാൻ കാശ് കൊടുക്കാനുണ്ട്, നിങ്ങളെപ്പോലുള്ള ഒരാൾ പോയി പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി അവധി അവർ നീട്ടിത്തരും, ഇല്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോവും, ഇന്ന് അവസാന ഡേറ്റാണെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിക്കകത്ത് നിന്ന് പുറത്തിറങ്ങി ആ മനുഷ്യൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നുപോയി. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എഴുത്തിക്കാഫ് ഇരിക്കുന്ന ആളല്ലേ, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ആ എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകില്ലേ, ഇനി നിങ്ങൾക്ക് തിരിച്ചു വന്ന് വീണ്ടും നിയ്യത്ത് ചെയ്തെങ്കിലല്ലേ എഴുത്തിക്കാഫിൻ്റെ കൂലി കിട്ടുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയുടെ റൗളാ ഷരീഫിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു അത്രേ, അവിടെ കിടക്കുന്ന പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നത് 1000 വർഷം പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത ഒരു സാധുവായ വിശ്വാസിയായ മനുഷ്യൻ്റെ വിഷമത്തിന് പരിഹാരം കണ്ടെത്തി കൊടുക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ എഴുത്തിക്കാഫ് അത്ര മതി, ഞാൻ നിൻ്റെ വിഷയത്തിനൊരു പരിഹാരമുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്നുപോയി എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ എഴുത്തിക്കാഫ് മുറിഞ്ഞു, പിന്നെ വീണ്ടും എഴുത്തിക്കാഫിൻ്റെ കൂലി കിട്ടണമെങ്കിൽ രണ്ടാമത് നിയ്യത്ത് വെച്ച് വീണ്ടും പള്ളിക്കകത്ത് കിടക്കുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം കിട്ടുക.